Hey guys, welcome to the first session of International Dropshipping. So ഈ ചാനലിൽ നമ്മൾ ഇന്റർനാഷണൽ ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. സോ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഷോപ്പിഫൈ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഷോപ്പിഫൈയിൽ ഒരു ഹൈ കൺവേർട്ടിംഗ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സെറ്റപ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുൾ ഇരുന്ന് കാണുക. ഇനി ഒരിക്കലും നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന്. ഒരിക്കലും ഇനി നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് പോയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുമോ, 5000-6000 രൂപ ചിലവാക്കി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഷോപ്പിഫൈ ഭയങ്കര സിമ്പിളാണ്. ഷോപ്പിഫൈയിൽ എങ്ങനെ ഹൈ കൺവേർട്ടിംഗ് ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഷോപ്പിഫൈ ലോഗിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് വരുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. നിങ്ങൾ ഇവിടെ ഒരു ഇമെയിൽ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി ഷോപ്പിഫൈ അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഷോപ്പിഫൈ സ്റ്റോറിൻ്റെ പേര് സെഫല്ലോ എന്നാണെന്നുണ്ടെങ്കിൽ info@cefello@gmail.com അല്ലെങ്കിൽ contact@cefello@gmail.com അങ്ങനത്തെ ഇമെയിൽസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് കിട്ടും. ലൈക്ക് ഒരു റിയൽ ബിസിനസ് പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അവിടെ നിന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഷോപ്പിഫൈയിൽ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ സബ്സ്ക്രൈബ് ഫോർ 20 rupees എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ വരും. ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇവിടെ ബേസിക് പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ UPI ID, ഫോൺ നമ്പർ, അഡ്രസ്സ്, പിൻകോഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷോപ്പിഫൈയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഈ UPI ID കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് UPI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5000 rupees ഓട്ടോ പേ റിക്വസ്റ്റ് വരും നിങ്ങളുടെ UPIയിലോട്ട്. അവിടെ നിങ്ങൾക്ക് അത് അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ 5000 rupees എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുന്നതല്ല, ലൈക്ക് അതൊരു പെർമിഷൻ കൊടുക്കുന്നതാണ്. 5000 rupees വരെ ഷോപ്പിഫൈക്ക് നിങ്ങളെ ബില്ല് ചെയ്യാം എന്നുള്ളതിനുള്ള പെർമിഷൻ ആണ്. സോ 5000 rupees നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തില്ല. ഇനിഷ്യലി 20 rupees മാത്രമേ പോകത്തുള്ളൂ. സോ ഈ ഒരു ഓട്ടോ പേ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തും കളയാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഷോപ്പിഫൈ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഒബ്വിയസ്ലി ഇത് നമ്മുടെ ഡാഷ്ബോർഡാണ്. ഇവിടെ നമുക്ക് സെഷൻസ്, സെയിൽസ്, ഓർഡേഴ്സ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. സോ ഇത് നമ്മുടെ ഒരു ഡെമോ സ്റ്റോറാണ്. ആൻഡ് ഇതിൽ നമുക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണോ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഡക്റ്റ് ഓൾറെഡി സപ്ലയറിൻ്റെ വെബ്സൈറ്റിൽ കാര്യങ്ങൾ കാണും. ഒന്നുകിൽ നിങ്ങൾക്ക് അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു സെഷനിൽ വന്നിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ട് ജെമിനി വെച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതായിരിക്കും കുറച്ചും കൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ജെമിനിയിൽ പോവുക, നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണോ അതിൻ്റെ ഇമേജസ് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ തരുന്ന പ്രോംപ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചൂസ് ചെയ്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. സോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഏതാണോ ആ കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഇപ്പോൾ വൈറ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റും ചൂസ് ചെയ്ത് കൊടുക്കാം. വേറെ കാര്യങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല. ജസ്റ്റ് താഴോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഈ ഒരു ഇമേജിൽ നിന്നാണ് ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ആംഗിൾസ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴോട്ട് അനദർ ആംഗിൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആംഗിൾസ് ഇത് നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ജെമിനി ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഈ ഇമേജസ് നിങ്ങൾക്ക് ഈ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലോസപ്പ് ഷോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസപ്പ് ഷോട്ട് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീണ്ടും ഒരു അനദർ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. സോ ഞാനിനി നേരെ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ വന്നിട്ട് പ്രോഡക്റ്റിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ആഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സെഷനിൽ പോകുന്നു. നമുക്കിപ്പോൾ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. ഇതൊരു നൈഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ നൈഫ് എന്ന് മാത്രമായിട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് അതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ മീഡിയയിൽ വന്നിട്ട് അപ്ലോഡ് ന്യൂ കൊടുക്കുക. നിങ്ങൾ ജനറേറ്റ് ചെയ്ത ഇമേജസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് വേറെ ഇമേജസ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ സപ്ലയർ നല്ല ഇമേജസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹൈ ക്വാളിറ്റി ആയിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യാം. ആൻഡ് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻഡ് പ്രൈസസ് ആഡ് ചെയ്യുക. പ്രൈസ് ഞാനിപ്പോൾ 49 ആണ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴെ കമ്പയർ അറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് 99 സംതിങ് കൊടുക്കുക. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കുറേ വെബ്സൈറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും 99 കട്ട് ചെയ്തിട്ട് ഇപ്പോൾ 49 എന്ന് എടുത്തിട്ട് ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത്. സോ അതാണ് ഈ 99 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ താഴെ വന്നിട്ട് ചാർജ് ടാക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തിടുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഒന്നുകിൽ നിങ്ങൾ ഓഫ്
ചെയ്തിടുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു 1000 കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് 1, 2 ഒക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ അക്കൗണ്ട് സോൾഡ് ഔട്ട്, നമ്മുടെ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്തിടുക. സോ ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ വേരിയൻസ്, അതായത് കളർ ഡിഫറൻസ്, ഇപ്പോൾ ഇതിൽ എന്തെങ്കിലും ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പച്ചയാണ് അല്ലെങ്കിൽ ഒരു റെഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ വേരിയൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കളറിൻ്റെ ഓപ്ഷൻ ചൂസ് ചെയ്യുക. കളർ ഇപ്പോൾ എനിക്ക് റെഡ് കളറുള്ളൊരു നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡ് ക്ലിക്ക് ചെയ്യുക, ഗ്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ക്ലിക്ക് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് അർത്ഥം. ആൻഡ് കസ്റ്റമറിന് അത് ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ഡൺ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഓരോ വേരിയൻസിൻ്റെയും പ്രൈസ് ഓരോ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് റെഡിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സ്പെസിഫൈ ആയിട്ട് നിങ്ങളുടെ പ്രോഡക്ട്സിനുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റ് ആഡിങ്ങിൻ്റെ ഈ ഒരു സെഷനിൽ വന്നിട്ട്. വേറെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട. ആൻഡ് ഇവിടെ ഒരു തീം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു സെഷനിൽ സേവ് കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റോർ ഡിസൈനാണ്. ആ സ്റ്റോർ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ റാൻഡം ഫ്രീ തീംസിലല്ല, നമ്മൾ ഷ്രൈൻ പ്രോ എന്ന് പറഞ്ഞൊരു തീമിലാണ് നമ്മൾ തീം ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറ്റ്ലസോ അങ്ങനത്തെ എന്തെങ്കിലും തീംസ് അല്ലെങ്കിൽ AI തീംസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഷ്രൈൻ പ്രോ എന്ന് പറയുന്ന തീമാണ്. ഈ തീമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇത് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു തീം ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആൻഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത തീംസ് ഓൾറെഡി നിങ്ങളുടെ ഫയൽ മാനേജറിൽ കാണും. സോ തീംസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഇമ്പോർട്ട് തീം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ അപ്ലോഡ് സിപ്പ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ആഡ് ഫയൽ കൊടുക്കുക. ആൻഡ് നിങ്ങളുടെ തീം ഫയൽ എവിടെയാണോ അവിടെ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ഷ്രൈൻ എന്ന് സെർച്ച് ചെയ്യുകയാണ്. സോ അവിടെ നിന്ന് നിങ്ങൾ നേരെ ഈ ഫയൽ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ആൻഡ് ഇത് ജസ്റ്റ് ക്യാൻസൽ കൊടുക്കുക. ആൻഡ് അപ്ലോഡ് ഫയൽ കൊടുക്കുക. സോ നമ്മുടെ ഷ്രൈൻ പ്രോ ഇതിൻ്റെ അകത്തോട്ട് ഇമ്പോർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അതിൽ എഡിറ്റ് തീം കൊടുക്കുക. ഇതിൻ്റെ അകത്താണ് നമ്മളിനി ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ വേറെ 5000-6000 രൂപ വേറെ ആൾക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നേരെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു 3 ഡോട്ട്സിൽ ചെന്നിട്ട് നിങ്ങളുടെ കാറ്റലോഗ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണും. ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ വന്നിട്ട് റിവ്യൂസ് കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്ര റിവ്യൂസ് വേണം, ആ എത്ര റിവ്യൂസ് ആണോ അത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ 45 റിവ്യൂസ് എന്നാണ് അടിച്ചു കൊടുത്തേക്കുക. നിങ്ങൾക്ക് എത്ര ആണോ ആഡ് ചെയ്യാം. താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഷിപ്പിംഗ് ചെക്ക് പോയിന്റ്സ് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ ചെക്ക് പോയിന്റ്സ് ആണ്. ലൈക്ക് ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഓർഡർ റെഡി ആവും ആൻഡ് മറ്റന്നാൾ ഡെലിവർ ആവും. അങ്ങനത്തെ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഒരു ഓപ്ഷൻസ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒരു നിങ്ങളുടെ ഡെലിവറി ഡേറ്റ്, നിങ്ങളുടെ സപ്ലയർ എത്ര ഡേയ്സ് ആണോ പറയുന്നത് ആ ഡേയ്സ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുക. ഇപ്പം ഡെലിവർ ആവാൻ വേണ്ടി ഇപ്പോൾ 10 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 10 ഡേയ്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ച് ഡൗൺ ചെയ്തിട്ട് 8 ഡേയ്സ്, അങ്ങനെ എന്ത് വേണോ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളുടെ സപ്ലയർ എത്ര ഡേയ്സ് ആണോ പ്രോമിസ് ചെയ്യുന്നത് ആ ഡേയ്സ് വേണം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിവ്യൂസ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണും. ഇവിടെ നിങ്ങൾ റിവ്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ChatGPTയിൽ പോവുക. നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റ് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ChatGPT ജസ്റ്റ് ടീച്ച് ചെയ്യുക. ദിസ് ഈസ് മൈ പ്രോഡക്റ്റ് എന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറയുക. എന്നിട്ട് താഴെ പോയിട്ട് അപ്പോൾ കുറച്ച് കോഡ് കാര്യങ്ങളൊക്കെ വരും. ആൻഡ് താഴെ പോയിട്ട് നിങ്ങൾ ഗീവ് 5 US ബേസ്ഡ് റിവ്യൂസ് എന്ന് കൊടുക്കുക. ആൻഡ് ഏറ്റവും താഴെ നിങ്ങൾക്ക് കുറച്ച് റിവ്യൂസ് കാര്യങ്ങൾ കിട്ടും. വിത്ത് ഓതർ നെയിം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു റിവ്യൂസ് വന്നിട്ട് കോപ്പി ചെയ്യുക. ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ഇവിടെ പോയിട്ട് റിവ്യൂ #1 എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇനി മോഡിഫിക്കേഷൻ വരുത്തണം, ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ബോൾഡ് ആക്കണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ബോൾഡ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈൻസ് മാത്രം നിങ്ങൾക്ക് ബോൾഡായിട്ട് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ ഇമേജസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സൈഡിൽ വരിക. ഇവിടെ #review1 എന്ന് പറയുന്ന സ്ഥലത്ത് സെലക്ട് കൊടുക്കുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്ന ഇമേജസ് അവിടെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ഇമേജസ് ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കൊളാപ്സിബിൾ റോസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് ഷിപ്പിംഗ് ആൻഡ് ഡെലിവറി ഡേറ്റ്സ് എപ്പോഴാണ് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് താഴെ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കൊളാപ്സിബിൾ റോയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നേരെ ChatGPT പോകുക. നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് ഏതാണെന്ന് ChatGPT ടീച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു സെഷനിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഷോപ്പബിൾ വീഡിയോസ് ആണ്. സോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ വീഡിയോസ് നമ്മൾ ടിക്ടോക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യും. ആൻഡ് അത് ഇവിടെ വന്നിട്ട് ഇവിടെ ആഡ് ചെയ്യും നമ്മൾ. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോ സെലക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്ന ഈ വീഡിയോസ് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടെ ട്രസ്റ്റബിൾ ആയിരിക്കും. കാരണം നമ്മുടെ കസ്റ്റമറിന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ ക്വാളിറ്റി എന്താണോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടെ ട്രസ്റ്റ് കൂടും. സോ ഈ ഒരു സെഷൻ നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡിങ് എന്താണോ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ആൻഡ് ലൈക്ക് ചെക്ക് ദ ക്വാളിറ്റി എന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. താഴോട്ട് കുറച്ച് വേണ്ടാത്ത കുറച്ച് സെഷൻസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ആൻഡ് ഈ ഒരു ടെസ്റ്റിമോണിയൽസ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഓൾറെഡി മെയിലിൽ കുറച്ച് റിവ്യൂസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വേണ്ടത് AliExpress എന്ന ആപ്പിൻ്റെ റിവ്യൂസാണ്. അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് മേലിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളുണ്ട്. ഏറ്റവും മേലിൽ വന്നിട്ട് ഇവിടെ ഈ ഹൊറിസോണ്ടൽ ടിക്കർ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിന് പകരം നിങ്ങൾ വേറൊരു സെഷനാണ് ഇവിടെ ആഡ് ചെയ്യാനുള്ളത്. ഇത് ബേസിക്കലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ലൈക്ക് ഇതൊരു സ്ക്രോളിംഗ് കണക്ക് പോകുന്ന സെറ്റപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ആഡ് സെഷൻ ആഫ്റ്റർ എന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ടിക്കർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് മേലത്തെ സെഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇത് ക്രിയേറ്റ് ചെയ്തു. സോ മേലത്തെ സെഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെഷനിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് റിമൂവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് കിട്ടും. ഇത് വന്നിട്ട് ഇവിടെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഷ്രൈൻ തീം എന്നൊക്കെ എഴുതി കാണിക്കുന്ന സാധനങ്ങൾ മാറ്റണം. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഷിപ്പിംഗ് എന്നോ എക്സ്പ്രസ് ഷിപ്പിംഗ് എന്നോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലൊരു ഓപ്ഷൻ ഓപ്പൺ ആവും. അവിടെ നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റുകളും കസ്റ്റമൈസ് ചെയ്യാം. അതിലേതെങ്കിലും ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഫ്രീ ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക. അങ്ങനെ ഈ മൂന്ന് ബോക്സുകളും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു കസ്റ്റമൈസ് ചെയ്യുന്ന ടെക്സ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ റോളിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന സാധനം റോളിംഗ് ആയിട്ട് പോകും. പിന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ചിട്ടാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു എൻ്റയർ തീമിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ബട്ടൺ, പിന്നെ ഈ ഒരു ആർട്ട് കാർഡ് ബട്ടൺ, ഈ സ്ലൈഡിങ് സെഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സെറ്റിങ്സിൽ പോവുക. ഈ ഒരു കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഈ ഒരു അസെൻ 1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ, ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്. ഇപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് തീം ഞെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സിനും ഈ ഒരു പേജ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുക്കാനായിട്ട് ഓർമ്മിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ കാര്യങ്ങൾ ലോസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ കുറച്ച് ബണ്ടിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ആൻഡ് ഇപ്പോൾ 1 പ്രോഡക്റ്റിന് 99, 2 പ്രോഡക്ട്സിന് 170 അങ്ങനെ ഓഫേഴ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് ബണ്ടിൽസ് ആഡ് ചെയ്യാം. അതുവഴി നമുക്ക് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കസ്റ്റമർ 1 പ്രോഡക്റ്റാണ് വാങ്ങാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഓഫർ കണ്ടിട്ട് 2 പ്രോഡക്ട്സ് വാങ്ങാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. എൻ്റെ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ആപ്പ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആപ്പിൻ്റെ പേരാണ് കച്ചിങ് ബണ്ടിൽസ്. സോ അത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് ഏറ്റവും താഴെ നമ്മൾ എങ്ങനെ റിവ്യൂസ് ആഡ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് കച്ചിങ് ബണ്ടിൽസ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് ആപ്പ് സ്റ്റോറിൽ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ വരിക. ഷോപ്പിഫൈ ആപ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് കച്ചിങ് ബണ്ടിൽസ് ആൻഡ് AliExpress ഈ 2 സാധനങ്ങൾ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഞാൻ ഈ 2 ആപ്സും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ കച്ചിങ് ബണ്ടിൽസ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഓപ്പൺ ആപ്പ് കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾക്ക് മൊത്തം കസ്റ്റമൈസേഷനും ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് പുതിയൊരു ബണ്ടിലാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അവിടെ നിങ്ങൾ ക്രിയേറ്റ് ന്യൂ ബണ്ടിൽ എന്ന് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഈ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ബൈ 1 ഗെറ്റ് 1 ഓഫർ, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ചൂസ് ചെയ്യാനുള്ളത് ഈ ഒരു ഓപ്ഷനാണ്. ലൈക്ക് നമ്മൾ ബണ്ടിൽ ഓഫറാണ് കൊടുക്കുക. നമ്മൾ ബൈ 1 ഗെറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ബണ്ടിലിന് ജസ്റ്റ് നെയിം ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക.
നൈഫ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കുറേ കസ്റ്റമൈസ്ഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മാറ്റി കൊടുക്കുക. ഇപ്പം സ്പ്രിംഗ് സെയിൽ അല്ലെങ്കിൽ സമ്മർ സെയിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. നിങ്ങളുടെ ഏത് സീസണാണോ ആ സീസൺ അനുസരിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച്. അതൊന്നും മാറ്റർ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ഏറ്റവും താഴെ വന്നിട്ട് ഇവിടെയാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഒരു ഓർഡർ പർച്ചേസ് ചെയ്താൽ 9 റുപ്പീസ്, 2 ഓർഡർ പർച്ചേസ് ചെയ്താൽ 15 റുപ്പീസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇതൊരു 2 ഓർഡർ പർച്ചേസ് ചെയ്താൽ 10 റുപ്പീസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡുവോയിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ പോവുക, പ്രൈസിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ പോവുക, പെർസെൻറ്റേജ് ഓഫിൽ ഞെക്കുക ആൻഡ് ഫിക്സഡ് പ്രൈസ് കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഇനി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് 1 ഓർഡറിന് 9 റുപ്പീസ്, 2 ഓർഡറിന് നിങ്ങൾക്ക് 10 റുപ്പീസ് എങ്കിൽ 10 റുപ്പീസ്, 100 എങ്കിൽ 100. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അതിൻ്റെ അകത്ത്. ആൻഡ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കാര്യം. ആൻഡ് ഈ ഒരു മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ എനേബിൾ ആക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാഡ്ജ് സ്റ്റൈലിൻ്റെ ഇവിടെ വന്നിട്ട് മോസ്റ്റ് പോപ്പുലർ മാറ്റിയിട്ട് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും. സോ ഇനി നമുക്ക് വേണ്ടത് ഈ കച്ചിങ് ബണ്ടിൽസ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നേരെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലോട്ട് പോവുക. നമ്മൾ കച്ചിങ് ബണ്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പേജിലോട്ട് വരിക. ഇവിടെ വന്നിട്ട് നമുക്ക് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ഈ ഒരു സെഷൻ ഉണ്ടല്ലോ, ഈ സെഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ആഡ് ബ്ലോക്ക് ആഫ്റ്റർ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് കച്ചിങ് ബണ്ടിലാണ് ആഡ് ചെയ്യാനുള്ളത്. സോ അതൊരു ആപ്പാണ്. അതിനുവേണ്ടി ആപ്പിൻ്റെ സെഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ കച്ചിങ് ബണ്ടിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കച്ചിങ് ബണ്ടിൽസിൻ്റെ ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരും. ആൻഡ് ഇത് എനേബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സെഷനിൽ പോവുക. ആപ്പ് എംബഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണിത്. ഇവിടെ വന്നിട്ട് കച്ചിങ് ബണ്ടിൽസ് ഓൺ ആക്കി കൊടുക്കുക. ചില സമയത്ത് ഇവിടെ ബഗ് ആയിട്ട് ഇത് ഓഫായി പോകാറുണ്ട്. സോ അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കച്ചിങ് ബണ്ടിൽസ് ഓപ്പൺ ആയിട്ട് വരും. സോ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സേവ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതെല്ലാം വേസ്റ്റ് ആവും. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കച്ചിങ് ബണ്ടിൽസ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും റാൻഡമായിട്ട് എററായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനപ്പോൾ ഇവിടെ കച്ചിങ് ബണ്ടിൽസും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ആപ്പാണ് അലി എക്സ്പ്രസ് റിവ്യൂസ്. അലി എക്സ്പ്രസ് റിവ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അലി എക്സ്പ്രസ് റിവ്യൂസ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് അത് ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഒരു സെഷൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് അലി എക്സ്പ്രസ് റിവ്യൂസ് ആഡ് ചെയ്യാനുള്ളത്. സോ അവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് സെക്ഷൻ ആഫ്റ്റർ കൊടുക്കുക. അവിടെയും ആപ്സ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ റിവ്യൂ ബോക്സ്, അലി എക്സ്പ്രസ് റിവ്യൂ ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അലി എക്സ്പ്രസിൻ്റെ റിവ്യൂ ബോക്സ് ഓൾറെഡി ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ട് വരും. ഇനി ഇവിടെ അലി എക്സ്പ്രസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു റിവ്യൂ ബോക്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾ പ്രോഡക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കണം. അവിടെ സെലക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള അലി എക്സ്പ്രസിൻ്റെ റിവ്യൂസ് AI ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. റിയൽ ആയിട്ടുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല രീതിക്കുള്ള ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇമേജസും കിട്ടും. ആൻഡ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിവ്യൂസ് താഴത്തോട്ട് കാണാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ട്രസ്റ്റ് കൂട്ടാനുള്ള ഫാക്ടേഴ്സാണ്. നിങ്ങൾക്ക് ലോഗോസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാൻവയിൽ പോയിട്ട് നിങ്ങൾക്ക് ലോഗോസ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് പുറത്ത് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ലോഗോയുടെ സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് ഇവിടെ എഡിറ്റ് യുവർ ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഈ ഒരു സെഷനിൽ ഒരു ലിങ്ക് പോലെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ തീം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലോഗോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ ലോഗോ സെലക്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി ക്യാൻവയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോഗോ ഇതിൻ്റെ അകത്ത് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലോഗോ ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വരും. അപ്പോൾ നമ്മളൊരു ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്തു. ഇത്രയും സിമ്പിളാണ് ഷോപ്പിഫൈ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി ഇതിനെ ലൈവ് ആക്കണം. അതിന് വേണ്ടി നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ഈ ഷോപ്പിഫൈ സ്റ്റോറിനെ ഡൊമൈനുമായിട്ട് കണക്ട് ചെയ്യണം. ലൈക്ക് www. നമ്മുടെ sefelo.com അല്ലെങ്കിൽ .store അങ്ങനെയായിട്ട് കണക്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.